ഹലോ. ഡയമണ്ട് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡയമണ്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഞാൻ ഈ വീഡിയോസ് കാണുന്നത് മുതലേ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ആദ്യമായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ സാധനം വാങ്ങാനുള്ള ഒരു ക്യാഷ് ഇല്ലായിരുന്നു. ക്യാഷ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഓർഡർ കൊടുത്തപ്പോഴാണെങ്കിൽ ഈ സാധനം ഹബ്ബിലെത്തിയിട്ട് ക്യാൻസലായിപ്പോയി. രണ്ടാമതാണെങ്കിൽ ഡെലിവേർഡ് കാണിച്ചു, പക്ഷേ ഇവിടെ ആരെടുത്തും ഈ സാധനം കിട്ടിയിട്ടില്ല. പിന്നെയും ഞാൻ അപ്പോൾ അത് പോയി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ സാധനം കയ്യിൽ കിട്ടിയത്. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ എനിക്ക് കുറച്ച് എമർജൻസി ഹോസ്പിറ്റൽ കേസസ്, അങ്ങനെ കുറച്ച് വീട്ടിൽ കുറച്ച് പണികളും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. അപ്പം ഞാൻ ഒരുവിധം സമയമൊക്കെ ഒപ്പിച്ച് ഇത് ചെയ്യാം എന്ന് വിചാരിച്ച് ഇന്നങ്ങോട്ട് തുടങ്ങി. ഇത് ആദ്യം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പരിപാടി കഴിയും. അല്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. നമുക്ക് കൈ കുറച്ച് കഴിയുമ്പം കയ്യും വേദന എടുത്ത് തുടങ്ങും. പക്ഷേ ഇതൊരു ഹരം കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് തീർക്കാനും പറ്റും കേട്ടോ. പക്ഷെ ഞാനൊരുവിധം കുറേ പേരത് കണ്ടിട്ടുണ്ട്, അവർക്ക് മടുത്തിട്ട് പിന്നെ നിർത്തി പിറ്റേ 2 ദിവസം കൊണ്ടൊക്കെ തീർത്തത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെയാണ് ഇത് തീർത്തത്. അപ്പം പക്ഷേ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈ വെക്കുമ്പോഴൊക്കെ കൈ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൽ ഗ്ലൂ ഉണ്ടല്ലോ. അപ്പം ഞാനത് പയ്യെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം റിമൂവ് ചെയ്തിട്ട് പിന്നെയാണ് അത് ബാക്കി ഞാൻ ചെയ്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോഴീൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കും. കാരണം ഞാൻ പുറത്ത് നിന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ സൗണ്ടിലൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. അത് ക്ഷമിക്കുക. അപ്പം എനിക്ക് കുറച്ചും കൂടി മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. ഇത് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കേട്ടോ. ചിലർക്കുണ്ടാവും ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത, അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുന്ന പരിപാടിയാണെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇത് വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ചെയ്യാനൊരു മടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ കുറച്ചും കൂടി നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ഇത് തീർക്കാൻ അങ്ങനെ വെച്ചാൽ കുറേ സമയം എടുത്താലും ഇത് തീർത്തിട്ട് എണീറ്റ് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇനിയും ഇങ്ങനത്തെ ഡയമണ്ട് പെയിൻറ്റിങ് ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു എന്നല്ല, ഞാൻ എന്തായാലും ചെയ്യും, സമയം കൂടെ ഒത്ത് കിട്ടിയാൽ. അപ്പം ഈ സാധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സൈഡിൽ കട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇത് വെക്കാനുള്ള ഫ്രെയിമും നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പം ഈ സാധനം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിമിൽ വെച്ചിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം റെഡിയാവും. നല്ല പരിപാടിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ്